അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്തൊക്കെയാണ് പൊന്നുമക്കളെ വിശേഷങ്ങൾ? എല്ലാ മക്കൾക്കും സുഖല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും അല്ലേ ഇരിക്കണേ? ഓക്കെ, അൽഹംദുലില്ലാ. എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? എല്ലാവരും കുടിച്ചോ? അപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും സ്മാർട്ട് അല്ലേ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കോ, ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കോ. എല്ലാവരും നിന്നോ? അൽഹംദുലില്ലാ. ഓക്കെ, എല്ലാവരും നിന്നു. എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പൊ എല്ലാവരും ഇരുന്നു. എല്ലാവരും ഇരിക്കും. അപ്പോ അൽഹംദുലില്ലാ, നമ്മൾ പുതിയൊരു ക്ലാസ്സിലാണല്ലേ ഇരിക്കുന്നത്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. എല്ലാവരും നന്നായിട്ട് പഠിച്ചില്ലേ? എല്ലാവരും നന്നായിട്ട് പഠിച്ചില്ലേ? ആരെങ്കിലും പഠിക്കാത്തുണ്ടോ? എല്ലാവരും പഠിച്ചല്ലേ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് നന്നായി പഠിച്ച് പുതിയൊരു ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് അല്ലേ കുഞ്ഞുമക്കളെ? എല്ലാവരും റെഡി അല്ലേ പുതിയ ക്ലാസ് കേൾക്കാൻ? ഓക്കെ, അപ്പൊ നമുക്ക് പുതിയ ക്ലാസ്സിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ നമ്മള് പുതിയ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഫാത്തിഹ ഓതണ്ടേ? എല്ലാവരും റെഡി അല്ലേ? എല്ലാവരും സന്തോഷമല്ലേ എല്ലാവർക്കും? അപ്പോ കൈകളിങ്ങനെ ഒന്ന് പിടിക്കോ എല്ലാവരും? ഓക്കെ, കൈകളിങ്ങനെ ഒന്ന് പിടിക്കോ? എല്ലാവരും പിടിച്ചോ? ഫാത്തിഹ ഓതിയാലോ? റെഡി? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. എല്ലാവരും മുഖത്ത് ഇങ്ങനെ ഒന്ന് തടവണേ. എല്ലാവരും തടവിയോ? ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണല്ലേ ഇരിക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊന്നും മറന്നിട്ടില്ലല്ലോ ആരും? എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണല്ലേ ഇരിക്കുന്നത്? അപ്പൊ നമുക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് പോകാം. ആ പുതിയ ക്ലാസ്സിലേക്ക് പോകുന്നതിന്റെ മുമ്പ് നമ്മൾ പഴയ ക്ലാസ്സിൽ പഠിച്ചതെല്ലാം ഒന്നും കൂടി നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? നമുക്കൊന്ന് പുറകിലേക്ക് പോയാലോ? എല്ലാവരും റെഡി അല്ലേ? ഇന്ന് നമ്മള് പുതുതായിട്ട് 2 ചിഹ്നങ്ങൾ പഠിക്കുന്നുണ്ട്. പുതിയ ഒരു വാക്കും പഠിക്കുന്നുണ്ട്. പുതിയൊരു പാഠവും പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് പുറകിലേക്ക് പോയിട്ട് നമുക്ക് പുതിയ ക്ലാസ്സിലേക്ക് വരാം. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ബോർഡിലേക്ക് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മള് ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ഇങ്ങനെ ഒരു വര വരച്ചാൽ എന്തു പറയും? അലിഫുൻ എന്ന് പറയും. അലിഫിന്റെ മുകളിൽ ഫത്ഹ് ഇട്ടാൽ എന്ത് വായിക്കും? ആ എന്ന് വായിക്കും ഇല്ലേ? ആ മുകളിൽ ഇടുന്ന വരയ്ക്ക് എന്ത് പേര് പറയും? ഫത്ഹ് എന്ന് പറയും. ആ ഫത്ഹ് ഇട്ടാൽ എന്ത് വായിക്കും? ആ എന്ന് വായിക്കും അല്ലേ? അലിഫിന്റെ താഴെ ഇങ്ങനെ ഒരു വര വരച്ചാൽ എന്തു പറയും? ആ വരക്ക് എന്ത് പറയും? കെസർ എന്ന് പറയും അല്ലേ? ആ കെസർ ഇട്ടാൽ എന്ത് വായിക്കും? ഈ എന്ന് വായിക്കും. അലിഫിന്റെ മുകളിൽ ഇങ്ങനെ ഒരു വര വരച്ചാൽ ആ വരക്ക് എന്ത് പേര് പറയും? നമ്മൾ പറഞ്ഞല്ലോ, ആ ലൊമ്മ എന്ന് പേര് പറയും. അങ്ങനെ ലൊമ്മിട്ടാൽ എന്ത് വായിക്കും? ഊ എന്ന് വായിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മള്
ഫത്ഹും പഠിച്ചു, കിസറും പഠിച്ചു, ലമ്മും പഠിച്ചു. നമ്മൾ അലിഫിന്റെ മുകളിൽ ഇങ്ങനെ രണ്ടെണ്ണം ഇട്ടാൽ എന്തു പറയും? എന്ത് വായിക്കും? ഉൻ എന്ന് വായിക്കും അല്ലേ? അപ്പൊ നമ്മള് അലിഫിന്റെ മുകളിൽ വരയ്ക്കുന്നവരൊക്കെ ഫത്ഹ് എന്ന് പഠിച്ചില്ലേ? അലിഫിന്റെ താഴെ വരയ്ക്കുന്നവരൊക്കെ കെസർ എന്ന് പഠിച്ചില്ലേ? അലിഫിന്റെ മുകളിൽ വരയ്ക്കുന്ന ഇങ്ങനെ ഒരു പ്രാവശ്യം വരയ്ക്കുന്ന അതിനെന്ത് പറയും? ലമ്മ എന്ന് പറയും. 2 പ്രാവശ്യം വരയ്ക്കുന്നതിന് അപ്പൊ ഒരു പേരുണ്ടാവൂലേ? ആർക്കെങ്കിലും അറിയോ? ഉസ്താദ് പറയട്ടെ. അലിഫിന്റെ മുകളിൽ ഇങ്ങനെ ഒരു പ്രാവശ്യം വരയ്ക്കുന്ന അവർക്ക് ലൊമ്മ എന്ന് പറയും. ആ ലൊമ്മ തന്നെ 2 പ്രാവശ്യം ഇട്ടാൽ അതിന് ലൊമ്മ തൻവീൻ എന്ന് പറയും. എന്ത് പറയും? ലൊമ്മ തൻവീൻ എന്ന് പറയും. എന്താ പറയും? എല്ലാവരും ഒന്ന് പറയൂ. ലൊമ്മ തൻവീൻ, ലൊമ്മ തൻവീൻ എന്ന് പറയും. അപ്പോ അലിഫിന്റെ മുകളിൽ ഫത്ഹ് ഇട്ടാൽ ആ, അലിഫിന്റെ താഴെ കെസ്റിട്ടാൽ ഈ, അലിഫിന്റെ മുകളിൽ ലമ്മിട്ടാൽ ഓ, അലിഫിന്റെ മുകളിൽ ലമ്മ തൻവീൻ ഇട്ടാൽ ഉൻ എന്നും വായിക്കും എന്ന് നമ്മൾ പഠിക്കണം. നമ്മളത് പഠിച്ചിട്ടുണ്ടല്ലേ മുമ്പ്? ഇങ്ങനെ രണ്ടെണ്ണം ഇടുന്നത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതിന് പേര് നമ്മൾ പഠിച്ചില്ലായിരുന്നു. അപ്പൊ ആ പേരാണ് ലമ്മ തൻവീൻ എന്ന് നമ്മൾ പറഞ്ഞ് പഠിക്കണം. ഓക്കെ. അപ്പൊ നമ്മള് അലിഫിന്റെ അക്ഷരങ്ങൾ പഠിച്ചു ഇല്ലേ? അലിഫിന് ഫത്ഹും ലമ്മും കെസറും ഇട്ടാലുള്ള അക്ഷരങ്ങളെല്ലാം, അതിന്റെ പറയുന്ന പേരുകളെല്ലാം നമ്മൾ പഠിച്ചല്ലേ? ഇനി നമ്മൾ പഠിക്കുന്നത്, പിന്നെ നമ്മൾ പഠിച്ചല്ലോ, ആ വെച്ചിട്ട് നമ്മളൊരു വാക്ക് പഠിച്ചില്ലേ? ഏതാണ് ആ വാക്ക്? അല്ലാഹു എന്ന വാക്ക് പഠിച്ചു. അല്ലാഹു എന്ന വാക്ക് മാത്രമല്ലല്ലോ പഠിച്ചേ, പിന്നെ എന്തെങ്കിലും പഠിച്ചോ? വേറെ എന്തെങ്കിലും? അല്ലാഹുവിനെ കുറിച്ചൊരു പാട്ട് നമ്മൾ പഠിച്ചു ഇല്ലേ? അല്ലാഹുവിനെ കുറിച്ചൊരു പാട്ടും പഠിച്ചു. ഇനി നമ്മള് അലിഫിന്റെ താഴെ കെസറിട്ടാൽ എന്ത് വായിക്കും? ഈ എന്ന് വായിക്കും. അങ്ങനെ നമ്മൾ ഈ വച്ചിട്ട് ഒരു വാക്കും പഠിച്ചായിരുന്നല്ലോ. ഈ വച്ചിട്ട് നമ്മൾ ഒരു വാക്ക് പഠിച്ചില്ലേ? ഏതാണ് ആ വാക്കെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഈ വച്ചിട്ടുള്ള വാക്ക് ഇബ്നുൻ എന്ന് പഠിച്ചല്ലേ? അൽഹംദുലില്ലാ, നല്ല മക്കളാണ്, ബ്രില്യന്റ് ആയ മക്കൾ. ഓക്കെ. അപ്പോ ഈ വച്ചിട്ട് നമ്മൾ ഇബ്നുൻ പഠിച്ചു. അലിഫിന്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ വരച്ചാൽ ഊ എന്ന് വായിച്ചല്ലേ? ആ വരക്കുന്ന വരക്ക് പേര് പറയുന്നത് ലൊമ്മ എന്ന് പേര് പറയും. ആ ലൊമ്മിട്ടാൽ ഊ എന്ന് വായിക്കും. ഊ വെച്ചിട്ട് നമ്മൾ ഒരു വാക്ക് പഠിച്ചായിരുന്നല്ലോ. ഏതാണ് ആ വാക്ക്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആ പഠിച്ച വാക്ക്? ആരും മറന്നുപോയിട്ടില്ലല്ലോ. ഏതാണ് ആ വാക്ക്? ഉമ്മൻ എന്ന് പഠിച്ചു ഇല്ലേ? അൽഹംദുലില്ലാ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു അക്ഷരം പഠിച്ചല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. ആരെങ്കിലും മറന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പുതിയൊരു അക്ഷരം പഠിച്ചിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മറന്ന് ആരും പോയിട്ടില്ലല്ലോ. ബോർഡിലേക്ക് നോക്കണേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് അത് വീണ്ടും മുകളിലേക്ക് വരച്ച് അതിന്റെ അടിയിൽ ഒരു കുത്തിടും. ആ കുത്തിടുന്ന ഈ അക്ഷരത്തിന് എന്തു പേരാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ബാഉൻ എന്ന് പഠിച്ചല്ലേ? അൽഹംദുലില്ലാ. അപ്പൊ ബാഉൻ ഇല്ലേ? നമ്മള് ബാഇന്റെ മുകളിൽ ഫത്ഹ് ഇട്ടാൽ എന്ത് വായിക്കും? ബാ എന്ന് വായിക്കും ഇല്ലേ? കിസ്റിട്ടാൽ എന്ത് വായിക്കും? ബി എന്ന് വായിക്കും. ലമ്മിട്ടാൽ എന്ത് വായിക്കും? ബാഇന്റെ മുകളിൽ ബൂ എന്ന് വായിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അത് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത്, ബാ വെച്ചിട്ട് നമ്മളൊരു വാക്ക് പഠിച്ചല്ലോ. എല്ലാവർക്കും ഓർമ്മയില്ലേ ഏതാണ് ആ വാക്കെന്ന്? എല്ലാവർക്കും ഓർമ്മയില്ലേ ഏതാണ് ആ വാക്ക്? ബദ്റുൻ എന്ന് പഠിച്ചു ഇല്ലേ? ബദ്റുൻ എന്ന് പഠിച്ചല്ലേ? ആ ബദ്റുൻ എന്ന് പറഞ്ഞ എന്താ? ബദ്ർ എന്ന് പറഞ്ഞ എന്താ? മൂണാണല്ലേ ഇല്ലേ? ചന്ദ്രൻ, അമ്പിളി അമ്മാവൻ ഇല്ലേ? അപ്പോ ബദ്റുൻ ഇല്ലേ? ബാ, ബി, ബു,
ബുൻ. നമ്മൾ പഠിച്ചില്ലേ? ബാ ചേർത്തിട്ട് ഏത് വാക്കാ പഠിച്ചത്? ബദ്റുൻ. എല്ലാവരും ഒന്ന് പറയോ? ബദ്റുൻ, ബദ്റുൻ, ബദ്റുൻ. ഇല്ലേ? അപ്പൊ അൽഹംദുലില്ലാഹ് നമ്മളപ്പോ അത്രയും പഠിച്ചു. ഇനി നമ്മള് ബോർഡിലേക്ക് നോക്കണേ. ബദ്റുൻ. ഇനി നമ്മൾ പഠിക്കാൻ പുതിയൊരു അക്ഷരാണ് പഠിക്കാൻ പോകുന്നത്. ആ അക്ഷരം ഏതാണെന്ന് പറയട്ടെ. അപ്പൊ നമ്മൾ അലിഫ് പഠിച്ചു, ആയും ഈയും ഊയും ഒന്നും പഠിച്ചു, ബാ പഠിച്ചു, ബായും ബിയും ബൂയും ബുന്നും പഠിച്ചല്ലേ. ഇനി നമ്മള് പുതിയ ഒരു അക്ഷരമാണ് പഠിക്കാൻ പോകുന്നത്. ആ അക്ഷരത്തിന്റെ അക്ഷരം എങ്ങനെ എഴുതുന്നതെന്ന് കണ്ടോ? ബോർഡിലേക്ക് നോക്കിക്കോ. ആ അക്ഷരം എഴുതുന്നത് ഇങ്ങനെയാണ്. കണ്ടോ? ബോർഡിൽ കണ്ടോ? അക്ഷരം എഴുതുന്നത് ഇതേപോലെ എഴുതും. ഓക്കെ. എന്നിട്ട് കുത്തൊന്നും ഇടാനില്ല കേട്ടോ. ആരും അങ്ങനെ പറയരുതേ. കുത്തൊന്നും ഇടാനില്ല. ഈ അക്ഷരം വളരെ സിമ്പിൾ ആയിട്ട് എഴുതാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് എഴുതിയിരുന്നു അല്ലേ? ഇല്ലേ? ബദറുന്റെ ഇടയിൽ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയില്ലേ? എഴുതി. അപ്പോ നമ്മൾ പുതിയ അക്ഷരം കണ്ടോ? എല്ലാവരും ബോർഡിലേക്ക് നോക്കണം. പുതിയ അക്ഷരം ഇതേപോലെ വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, എല്ലാവരും കണ്ടോ? ഈ അക്ഷരത്തിന്റെ പേര് പറയട്ടെ. ആർക്കെങ്കിലും അറിയോ? ഉസ്താദ് പറയട്ടെ. ഈ അക്ഷരത്തിന്റെ പേരെന്താണെന്ന് പറയട്ടെ. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? കേൾക്കാൻ റെഡിയല്ലേ? പുതിയ അക്ഷരം. ഓക്കെ, എല്ലാവരും കണ്ടില്ലേ? ബോർഡിൽ അക്ഷരം കണ്ടോ? ഓക്കെ, അപ്പൊ ഈ അക്ഷരത്തിന്റെ പേരാണ് ദാലുൻ. എന്താണ് പേര്? ദാലുൻ. ഒന്ന് പറയൂ എല്ലാവരും. ദാലുൻ, 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 ദാലുൻ. എത്ര പ്രാവശ്യം പറഞ്ഞു? 10 പ്രാവശ്യം പറഞ്ഞല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബാഉനും 10 പ്രാവശ്യം പറഞ്ഞില്ലേ? അപ്പൊ അങ്ങനെ പറഞ്ഞു പഠിക്കുമ്പോ ഒരിക്കലും നമ്മൾ മറക്കൂല. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? അപ്പൊ പുതിയ അക്ഷരം കണ്ടോ? പുതിയ അക്ഷരം കണ്ടോ? എല്ലാവരും കണ്ടില്ലേ? എന്താണ് അക്ഷരത്തിന്റെ പേര്? ദാലുൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ദാലുൻ, ദാലുൻ, ദാലുൻ. ഓക്കെ, അപ്പൊ ഇനി നമ്മള് മുമ്പ് പഠിച്ചത് ഒന്നും കൂടി നമുക്ക് പുറകിലേക്ക് പോവാം. അലിഫിന്റെ മുകളിൽ ഫതഹ് ഇട്ടാൽ ആ എന്ന് വായിക്കും ഇല്ലേ? അലിഫിന്റെ താഴെ കെസ്റിട്ടാൽ ഈ എന്ന് വായിക്കും. അലിഫിന്റെ മുകളിൽ ലൊമ്മിട്ടാൽ ഊ എന്ന് വായിക്കും. അലിഫിന്റെ മുകളിൽ ലൊമ്മ് തൻവീൻ ഇതിട്ടാൽ ഇതിന്റെ പേര് ലൊമ്മ് തൻവീൻ. ലൊമ്മ് തൻവീൻ ഇട്ടാൽ എന്ത് വായിക്കും? ഉൻ എന്ന് വായിക്കും. ബാഇന്റെ മുകളിൽ ഫതഹ് ഇട്ടാൽ എന്ത് വായിക്കും? ബാ എന്ന് വായിക്കും. ബാഇന്റെ താഴെ കെസ്റിട്ടാൽ എന്ത് വായിക്കും? ബി എന്ന് വായിക്കും. ബാഇന്റെ മുകളിൽ ലൊമ്മിട്ടാൽ എന്ത് വായിക്കും? ബൂ എന്ന് വായിക്കും. ബാഇന്റെ മുകളിൽ ലൊമ്മ് തൻവീൻ ഇത് രണ്ടെണ്ണം ഇട്ടാൽ ബുൻ എന്ന് വായിക്കും ഇല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇല്ലേ? അപ്പൊ ഇനി നമ്മള് പുതുതായി ഈ അക്ഷരത്തിന്റെ പേര് ദാലുൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ദാലുൻ, ദാലുൻ, ദാലുൻ. അപ്പോ ഈ ദാലിന്റെ മുകളിൽ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ ദാലിന്റെ മുകളിൽ ഫത്ത് കിട്ടാൻ എന്ത് വായിക്കും? ആർക്കെങ്കിലും അറിയോ? നമ്മൾ ബാഇന്റെ മുകളിൽ ഫത്ത് കിട്ടുമ്പോ എന്ത് വായിച്ചു? ബാ എന്ന് വായിച്ചു. അപ്പൊ ദാലിന്റെ മുകളിൽ ഫത്ത് കിട്ടാൻ ദാ എന്ന് വായിക്കും ഇല്ലേ? അൽഹംദുലില്ലാഹ്, നല്ല മക്കളാണ്. അപ്പോ ദാലിന്റെ മുകളിൽ ഫത്ത് കിട്ടാൻ എന്ത് വായിക്കും? ദാ എന്ന് വായിക്കും. കിസ്റിട്ടാൽ എന്ത് വായിക്കും? ദി എന്ന് വായിക്കും. ലമ്മിട്ടാൽ എന്ത് വായിക്കും? ദൂ എന്ന് വായിക്കും അല്ലേ? ലമ്മ് തൻവീൻ ഇട്ടാലോ? നമ്മള് ബാഇന് ലമ്മ് തൻവീൻ ഇട്ടപ്പോ ബുൻ എന്ന് വായിച്ചില്ലേ? അപ്പൊ ദാലിന് ലമ്മ് തൻവീൻ ഇട്ടാൽ എന്ത് വായിക്കും? ദുൻ എന്ന് വായിക്കും ഇല്ലേ? അപ്പോ ദാലിന് ഫതഹ് ഇട്ടാൽ ദാ, കെസ്റിട്ടാൽ ദി,
ലം ഇട്ടാൽ ദു. ഇനി നമ്മൾ പുതുതായിട്ടൊരു ചിഹ്നം പഠിക്കാൻ പോവാണ്. ഏതാണ് ആ ചിഹ്നം എന്നറിയോ? നമ്മൾ ഫസ്റ്റ് ഒരു ചിഹ്നം ഇപ്പൊ പറഞ്ഞു, ഏതാ? ലം തൻവീൻ. ഇങ്ങനെ 2 പ്രാവശ്യം ഇടുന്നതിന് ലം തൻവീൻ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പുതുതായിട്ട് ഒരെണ്ണം കൂടി പഠിക്കാണ്. ദാലിന്റെ മുകളിൽ ഇങ്ങനെ ഒരു 0 ഇട്ട് കഴിഞ്ഞാൽ, ഇത് കണ്ടോ, ദാലിന്റെ മുകളിൽ ഇങ്ങനെ ഒരു 0 ഇടാൻ പോവാണ്. അങ്ങനെ 0 ഇട്ടാൽ ആ 0ക്ക് അറബിയിൽ പറയുന്ന പേര്, ഇല്ലേ? ഇങ്ങനെ ഒരു വട്ടം വരച്ചത് കണ്ടില്ലേ? എല്ലാവരും കണ്ടോ ഇങ്ങനെ ഒരു വട്ടം വരച്ചത് ദാലിന്റെ മുകളിൽ? ആ ദാലിന്റെ മുകളിൽ വരച്ച ആ വട്ടത്തിന് പറയുന്ന പേരാണ് സുക്കൂൻ. എന്ത് പറയും? സുക്കൂൻ എന്ന് പറയും. എന്ത് പറയും? സുക്കൂൻ എന്ന് പറയും. എന്താ പറയും? എല്ലാവരും ഒന്ന് പറയും. സുക്കൂൻ എന്ന് പറയും. അങ്ങനെ ദാലിന്റെ മുകളിൽ സുക്കൂൻ ഇട്ടാൽ എന്ത് വായിക്കും? ദ് എന്ന് വായിക്കും. എന്ത് വായിക്കും? ദ്. നമ്മൾ എവിടെയോ ഒരു ദ് പറഞ്ഞല്ലോ. ഒന്ന് പുറകിലേക്ക് പോവോ? ബ ദ് റുൻ, ഇല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ ദ്? ആ ദ് തന്നെയാണ് ഇതും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയില്ലേ ദ്? അപ്പൊ ഇത് എഴുതാൻ സിമ്പിൾ അല്ലേ? പറയാൻ സിമ്പിൾ അല്ലേ? അപ്പോ ദാലിന്റെ മുകളിൽ ഇങ്ങനെ ഒരു 0 ഒരു വട്ടം വരച്ചാൽ അതിന് എന്തു പറയും? സുക്കൂൻ എന്ന് പറയും. അങ്ങനെ ദാലിന്റെ മുകളിൽ സുക്കൂൻ ഇട്ടാൽ എന്ത് വായിക്കും? ദ് എന്ന് വായിക്കും. അപ്പൊ ദാലിന്റെ മുകളിൽ ഫത്ഹ് ഇട്ടാൽ ദ എന്ന് വായിക്കും. ദാലിന്റെ താഴെ കെസ്റിട്ടാൽ ദി എന്ന് വായിക്കും. ദാലിന്റെ മുകളിൽ ലം ഇട്ടാൽ എന്ത് വായിക്കും? ദു എന്ന് വായിക്കും. ദാലിന്റെ മുകളിൽ ഇങ്ങനെ ഒരു വട്ടം വരച്ചാൽ സുക്കൂൻ ഇട്ടാൽ എന്ത് വായിക്കും? ദ് എന്നും വായിക്കും. അൽഹംദുലില്ലാ. അപ്പൊ നമ്മള് ദാലിന്റെ മുകളിൽ ഈ ഒരു പുതിയ അക്ഷരത്തിന്റെ പേര് ആരും മറക്കരുതേ. പുതിയ അക്ഷരത്തിന്റെ പേര് ദാലുൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ദാലുൻ, ദാലുൻ, ദാലുൻ. അപ്പൊ ഈ ദാലിന്റെ മുകളിൽ ഫത്ഹ് ഇട്ടാൽ ദ എന്ന് വായിക്കും. ദാലിന്റെ താഴെ കെസ്റിട്ടാൽ ദി എന്ന് വായിക്കും. ദാലിന്റെ മുകളിൽ ലം ഇട്ടാലോ ദു എന്ന് വായിക്കും. ദാലിന്റെ മുകളിൽ ഇങ്ങനെ ഒരു വട്ടം വരച്ചാൽ അതിന്റെ പേര് സുക്കൂൻ എന്ന് പറയും. അങ്ങനെ സുക്കൂൻ ഇട്ടാൽ എന്ത് വായിക്കും? ദ് എന്നും വായിക്കും. ഓക്കേ. അപ്പൊ നമ്മൾ ദായും ദൂയും ദിയും ദ് യും പഠിച്ചു, ഇല്ലേ? അപ്പൊ ഇനി നമ്മള് ഫസ്റ്റ് പാഠത്തില് ആ പഠിച്ചിട്ട് ആ വരച്ചിട്ട്, ഇല്ലേ? ആ എന്ന അക്ഷരം വെച്ച് നമ്മൾ ഏത് വാക്ക് പഠിച്ചു? ആ വെച്ചിട്ട് ഏത് വാക്കാ പഠിച്ചത്? അല്ലാഹു എന്ന വാക്ക് പഠിച്ചല്ലേ? ഈ വെച്ചിട്ട് നമ്മൾ ഏത് വാക്ക് പഠിച്ചു? ഇബ്നുൻ എന്ന വാക്ക് പഠിച്ചു. ഊ വെച്ചിട്ട് നമ്മൾ ഏത് വാക്ക് പഠിച്ചു? ഉമ്മുൻ എന്ന വാക്ക് പഠിച്ചു. ബ വെച്ചിട്ട് നമ്മൾ ഏത് വാക്ക് പഠിച്ചു? ബദറുൻ എന്ന വാക്കും പഠിച്ചല്ലേ? അപ്പൊ നമ്മൾ 4 പാഠം പഠിച്ചു. ഇനി നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ അക്ഷരം ബോർഡിൽ നോക്കണേ. ഈ അക്ഷരം എല്ലാവരും കണ്ടോ? ഈ അക്ഷരത്തിന്റെ പേരെന്താ? പുതിയ അക്ഷരത്തിന്റെ പേര് ദാലുൻ, ഇല്ലേ? ദാലുൻ. അപ്പൊ നമ്മള് ഈ ദാൽ എന്ന പുതിയ അക്ഷരം വച്ചിട്ട് നമ്മൾ ഒരു വാക്ക് പഠിക്കാൻ പോവാണ്. ഏതാണ് ആ വാക്ക്? ആർക്കെങ്കിലും അറിയോ ദാല് വെച്ചിട്ട് വാക്ക്? പറയട്ടെ, ഉസ്താദ് പറയട്ടെ. ദാല് വെച്ചിട്ടുള്ള വാക്ക് എല്ലാവരും കേൾക്കാൻ റെഡിയല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കോ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കോ? നിന്നോ എഴുന്നേറ്റ്? അൽഹംദുലില്ലാ, എല്ലാവരും ഇരുന്നോ? ഓക്കെ. അപ്പോ ദാല് വെച്ചിട്ടൊരു വാക്ക് പറയാൻ പോവാണ്. ആ വാക്കിന്റെ പേര്, ആ വാക്കാണ് ഏതാ? പറയട്ടെ, ഉസ്താദ് പറയട്ടെ. ദർബുൻ. എന്താ? ദർബുൻ. എല്ലാവരും ഒന്ന് പറയോ? ദർബുൻ, 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 ദർബുൻ. ഏതാണ് വാക്ക്? ദർബുൻ. ഓരോന്നായിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? ദർബുൻ, 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 ദർബുൻ,
അൽഹംദുലില്ലാ. എല്ലാവരും പഠിച്ചില്ലേ? എല്ലാവർക്കും മനസ്സിലായോ? പുതിയ വാക്ക്, പുതിയ അക്ഷരത്തിന്റെ പേര്, അക്ഷരം എഴുതുന്നത് കണ്ടോ? പുതിയ അക്ഷരത്തിന്റെ പേരെന്താ? ദാലുൻ അല്ലേ? ആ ദാലുൻ വെച്ചിട്ട് നമ്മൾ പറയുന്ന വാക്ക്, പഠിക്കുന്ന വാക്കാണ് ഇത് ദർബുൻ. ഏതാണ് ആ വാക്ക്? ദർബുൻ. ദർബുൻ, ദർബുൻ. ഇനി നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ബദറിന്റെ ഒരു ഫോട്ടോ കണ്ടില്ലേ? ബദറിന്റെ ഒരു ഫോട്ടോ കണ്ടോ? ഇല്ലേ? കഴിഞ്ഞ ക്ലാസ്സില് ബദറുൻ എന്താന്ന് നമ്മൾ പഠിച്ചില്ലേ? എന്താണ് ബദറുൻ? മൂണല്ലേ? അപ്പോ ദർബുൻ എന്ന് പറയുന്ന എന്തിനെയാണ് ദർബുൻ എന്ന് പറയുന്നത്? ദർബുൻ എന്ന് പറയുന്ന സാധനം എന്താ? ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും അറിയോ? ബോർഡിലേക്ക് നോക്കണം. ദാ കണ്ടോ? കണ്ടോ? ഇതെന്താ സാധനം? വലിയൊരു ഗേറ്റ് അല്ലേ? വലിയൊരു ഗേറ്റ് ഇല്ലേ? ദർബുൻ എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഗേറ്റ്. കണ്ടോ? ആ വലിയ ഗേറ്റിനെയാണ് ദർബുൻ എന്ന് പറയുന്നത്. അപ്പോ ദർബുൻ കണ്ടോ? ദർബുൻ. ഓക്കെ. അപ്പോ ദാലിന്റെ മുകളിൽ പുതിയ അക്ഷരത്തിന്റെ പേര് ദാലുൻ. ദാലിന്റെ മുകളിൽ ഫതഹ് ഇട്ടാൽ ദാ, കെസ്ർ ഇട്ടാൽ ദി, ലം ഇട്ടാൽ ദു, സുക്കൂൻ ഇട്ടാൽ ഇങ്ങനെ ഒരു വട്ടം വരച്ചാൽ ആ വട്ടത്തിന് പറയുന്ന പേര് സുക്കൂൻ. സുക്കൂൻ ഇട്ടാൽ എന്ത് വായിക്കും? ദ് എന്നും വായിക്കും. ദാല് വെച്ചിട്ട് നമ്മൾ ഒരു വാക്ക് പഠിച്ചു. ഏതാണ് വാക്ക്? ദർബുൻ. എല്ലാവരും ഒന്ന് പറയോ? ദർബുൻ, ദർബുൻ, ദർബുൻ. ഓക്കെ, എല്ലാവരും പഠിച്ചില്ലേ? റെഡി? യെസ്. അപ്പോ ഇനി നമ്മൾ പുസ്തകം തുറക്കും. എല്ലാവരും പുസ്തകം തുറക്കും. അപ്പോ പുസ്തകം തുറക്കുമ്പോ തന്നെ കണ്ടോ നമ്മുടെ പുസ്തകത്തിലുള്ള ഗേറ്റ്? ബോർഡിൽ കണ്ടോ? ഓക്കെ. ഇനി അതിന്റെ തൊട്ട് താഴെ നമ്മള് ഇപ്പൊ പഠിച്ച അക്ഷരം ദാലുൻ. ദാലിന്റെ മുകളിൽ ഫതഹ് ഇട്ടാൽ എന്ത് വായിക്കും? ദാ എന്ന് വായിക്കും ഇല്ലേ? ഇപ്പുറത്തൊരു പുതിയ അക്ഷരം ഉണ്ട്, അത് നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ. അപ്പൊ നമ്മള് ദാ, അതിന്റെ ഇപ്പുറത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബദറുൻ പഠിച്ചില്ലേ? അപ്പോ ആ അക്ഷരത്തിന്റെ പേര് ഉസ്താദ് ഇപ്പൊ ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് പിന്നെ അത് വിശദമായിട്ട് പഠിക്കാം. ഓക്കെ. ആ അക്ഷരത്തിന്റെ പേരാണ് റാഉൻ. അപ്പോ റാഉന്റെ മുകളിൽ സുക്കൂൻ ഇട്ടാൽ, നമ്മൾ ദാലിന്റെ മുകളിൽ സുക്കൂൻ ഇട്ടപ്പോ എന്ത് വായിച്ചു? ദ് എന്ന് വായിച്ചു ഇല്ലേ? അപ്പൊ റാഇന്റെ മുകളിൽ സുക്കൂൻ ഇട്ടാലോ റ് എന്ന് വായിക്കും ഇല്ലേ? അപ്പോ ദാ റ്, ബാഇന് ലൊമ്മ് തൻവീൻ ഇട്ടാൽ ബുൻ എന്ന് വായിക്കും ഇല്ലേ? ബാബി ബുബുൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? അപ്പോ ദാ റ് ബുൻ, ദർബുൻ ഇല്ലേ? ഇനി അതിന്റെ തൊട്ട് താഴെ റെഡ് കളറിൽ കണ്ടോ ഒരു 4 ബോക്സ്? റെഡ് കളറിൽ കണ്ടില്ലേ? എഴുത്ത് കണ്ടോ? ഓക്കെ. ഒരു 4 ബോക്സിൽ എഴുത്ത് കണ്ടോ? ഏതാണത്? ദാലിന് ഫതഹ് ഇട്ടാൽ ദാ, കിസ്ർ ഇട്ടാൽ ദി, ലം ഇട്ടാൽ ദു, സുക്കൂൻ ഇട്ടാൽ ദ് എന്ന് വായിക്കും. ഇനി അതിന്റെയും തൊട്ട് താഴെ കണ്ടോ? എല്ലാവരും ഒന്ന് വായിച്ചേ. എല്ലാവർക്കും വായിക്കാൻ അറിയില്ലേ? ബാഇന്റെ മുകളിൽ ഫതഹ് ഇട്ടാൽ എന്ത് വായിക്കും? ബാ. തൊട്ടടുത്ത് അല്ല, നമ്മൾ ആദ്യം ദാലല്ലേ പഠിച്ച്? ഓക്കെ. അപ്പൊ ദാലാണ് നമ്മൾ പറയുന്നത്. എല്ലാവരും പുസ്തകത്തിലേക്ക് നോക്ക്. ദാലിന്റെ മുകളിൽ ഫതഹ് ഇട്ടാൽ ദാ എന്ന് വായിക്കും ഇല്ലേ? അലിഫിന്റെ മുകളിൽ ഫതഹ് ഇട്ടാലോ ആ എന്ന് വായിക്കും. ബാഇന്റെ മുകളിൽ ഫതഹ് ഇട്ടാലോ ബാ എന്ന് വായിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത് തന്നെയല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി തൊട്ടപ്പുറത്ത് നോക്കിക്കോ. അലിഫിന് ലൊമ്മിട്ടാൽ എന്ത് വായിക്കും? ഊ എന്ന് വായിക്കും. ദാലിന് കെസ്ർ ഇട്ടാൽ എന്ത് വായിക്കും? ദി എന്ന് വായിക്കും. ബാഇന് ഫതഹ് ഇട്ടാലോ ബാ എന്ന് വായിക്കും. അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞത് ദാലിന് ഫതഹ് ഇട്ടാൽ ദാ, അലിഫിന് ഫതഹ് ഇട്ടാൽ ആ, ബാഇന് ഫതഹ് ഇട്ടാൽ ബ. അപ്പൊ കൂട്ടി വായിക്കുമ്പോ ദ അ ബ. എന്ത് വായിക്കും? ദ അ ബ, ദ അ ബ എന്ന് വായിക്കും. ഇനി രണ്ടാമത്തേത് അലിഫിന് ലൊമ്മിട്ടാൽ ഊ എന്ന് വായിക്കും. ദാലിന് കെസ്ർ ഇട്ടാൽ ദി എന്ന് വായിക്കും. ബാഇന് ഫതഹ് ഇട്ടാലോ ബാ എന്ന് വായിക്കും. അപ്പൊ കൂട്ടി വായിക്കുമ്പോ
ഉ ദി ബ, ഉദ്ദീബ. എന്ത് വായിക്കും? ഉദ്ദീബ എന്ന് വായിക്കും. ഇനി മൂന്നാമത്തേത് നോക്കിക്കോ. അലിഫിന് ലൊമ്മിട്ടാൽ ഉ, ബാഇന് ഇങ്ങനെ സുക്കൂനിട്ടാൽ എന്ത് വായിക്കും? നമ്മൾ ദാലിന് സുക്കൂനിട്ടപ്പോ എന്ത് വായിച്ചു? ദ് എന്ന് വായിച്ചു. അപ്പൊ ബാഇന് സുക്കൂനിട്ടാലോ? ബ് എന്ന് വായിക്കും. അപ്പൊ അലിഫിന് ലൊമ്മിട്ടാൽ ഉ, ബാഇന് സുക്കൂനിട്ടാൽ ബ്. അടുത്തത് ദാലിന് ലൊമ്മിട്ടാൽ എന്ത് വായിക്കും? ദു. അപ്പോ കൂട്ടി വായിക്കുമ്പോ ഉ ബ് ദു, ഉബ്ദു, ഉ ബ് ദു, ഉബ്ദു എന്ന് വായിക്കും ഇല്ലേ? ഇനി അടുത്തത് നോക്കിക്കോ. ബാഇന് ഫത്ഹ് ബാ എന്ന് വായിക്കും അല്ലേ? ദാലിന് സുക്കൂനിട്ടാലോ? ദ് എന്ന് വായിക്കും. ഇനി അലിഫിന് ലൊമ്മിട്ടാലോ? ഉ എന്ന് വായിക്കും. അപ്പോ നമ്മള് കൂട്ടി വായിക്കുമ്പോ ബാ ദ് ഉ, ബദ് ഉ, ബാ ദ് ഉ, ബദ് ഉ. അൽഹംദുലില്ലാ. ഇനി അടുത്തത് നോക്കിക്കോ. ബാഇന് ഫത്ഹ് കിട്ടാൽ ബ, ദാലിന് ഫത്ഹ് കിട്ടാൽ ദ, അലിഫിന് ഫത്ഹ് കിട്ടാൽ ആ. കൂട്ടി വായിക്കുമ്പോഴോ ബ ദ അ, ബദ ആ. ഇനി അടുത്തത് ലാസ്റ്റ് നോക്കിക്കോ. അലിഫിന് ഫത്ഹ് കിട്ടാൽ ആ എന്ന് വായിക്കും, ദാലിന് ഫത്ഹ് കിട്ടാൽ ദ എന്ന് വായിക്കും, ബാഇന് ഫത്ഹ് കിട്ടാൽ ബ എന്ന് വായിക്കും. അപ്പൊ കൂട്ടി വായിക്കുമ്പോ ആ ദ ബ, അദബ. നമ്മൾ ഫസ്റ്റ് ആ പഠിച്ചില്ലേ? പിന്നെ ഇപ്പൊ ദാ പഠിച്ചില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാ പഠിച്ചില്ലേ? അപ്പോ ആ ദ ബ, അദബ. അപ്പൊ എല്ലാ മക്കളും ഇത് എഴുതണം. എല്ലാവർക്കും മനസ്സിലായില്ലേ? വോയിസിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എല്ലാവരും പറയണം. അപ്പൊ നമുക്ക് ഒന്നും കൂടി പറഞ്ഞാലോ? ആദ്യം പോലെ നോക്കിക്കോ. ആ വലിയ ഗേറ്റിന്റെ ഫോട്ടോ കണ്ടോ? അതിന്റെ തൊട്ട് താഴെ മുതൽ എല്ലാവരും നോക്കിക്കോ. ദർബുൻ, ദർബുൻ. ഇനി അതിന്റെ തൊട്ട് താഴെ റെഡ് കളറിൽ ദാ ദി ദു ദ്. ഇനി അതിന്റെയും താഴെ ദ ആ ബ, ദ അ ബ, ഉ ദി ബ, ഉദ്ദിബ, ഉ ബ് ദു, ഉബ്ദു, ബ ദ് ഉ, ബദ് ഉ, ബ ദ അ, ബദ അ ദ ബ, അദബ. അപ്പൊ ഇത്രയും പറയണം. ഒരു കാര്യം കൂടി പറയണം. നമ്മള് ഈ പറഞ്ഞ പുതിയ അക്ഷരത്തിന്റെ പേര് ദാലുൻ ഇല്ലേ? ദാലുൻ. ഓക്കെ. അപ്പോ പുതിയ അക്ഷരത്തിന്റെ പേര് ദാലുൻ. ദാലുൻ വെച്ചിട്ട് നമ്മൾ ഒരു വാക്ക് പഠിച്ചു. ഏതാണ്? ദർബുൻ ഇല്ലേ? ദാലിന്റെ മുകളിൽ ഫത്ഹ് ഇട്ടാൽ ദ, കെസ്റിട്ടാൽ ദി, ലൊമ്മിട്ടാൽ ദു, സുക്കൂനിട്ടാൽ ദ്. ഓക്കെ. അപ്പോ ദാല് വെച്ചിട്ട് നമ്മൾ പഠിച്ച വാക്ക് ദർബുൻ. ദർബുൻ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ഗേറ്റിനെയാണ് ദർബുൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മള് ദാലിന്റെ മുകളിലിട്ട ഈ വരയ്ക്ക് ഫത്ഹ് എന്ന് പറയും ഇല്ലേ? ആ ദാലിന്റെ അടിയിലിടുമ്പോ താഴെ ഇടുമ്പോ കിസ്ർ എന്ന് പറയും. ദാലിന്റെ മുകളിൽ ഇങ്ങനെ ഒരു വര വരച്ചാൽ ലൊമ്മി എന്ന് പറയും. പിന്നെ ദാലിന്റെ മുകളിൽ ഇപ്പോ നമ്മൾ ഇട്ട ഈ ഒരു റൗണ്ട്, ഈ ഒരു ഇല്ലേ വരയ്ക്ക് എന്ത് പേര് പറയും? സുക്കൂൻ എന്ന് പറയല്ലേ? അപ്പൊ ഫത്ഹ്, കെസ്ർ, ലൊമ്മ, സുക്കൂൻ. ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞല്ലോ. രണ്ട് ലൊമ്മിടുന്നതിന് ലൊമ്മ് തൻവീൻ എന്നും പഠിച്ചല്ലേ? അപ്പോ ഈ പറഞ്ഞ ഈ പാഠം എല്ലാവരും എഴുതണേ, വോയിസിൽ പറയണേ. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായോ? കഴിഞ്ഞ ക്ലാസ്സും ഈ ക്ലാസ്സും എല്ലാവരും പഠിക്കണം. നമ്മൾ പുതിയ പാഠം പഠിക്കുമ്പോഴും അള്ളാഹു മുതൽ അലിഫ് മുതൽ ഒന്നിങ്ങനെ പറഞ്ഞു പഠിക്കണേ, അല്ലെങ്കിൽ എല്ലാവരും മറന്നു പോവും. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, എല്ലാവരും നല്ല സ്മാർട്ടായി മക്കളായിട്ടിരിക്കുക. അപ്പോ എല്ലാവരും പഠിക്കൂലേ? വോയിസിൽ പറയൂലേ? എഴുതി തരൂലേ? ഓക്കെ. അൽഹംദുലില്ലാ. അപ്പൊ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കോ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കോ. എല്ലാവരുടെയും കൈകൾ ഇങ്ങനെ ഒന്ന് പിടിക്കോ. എല്ലാവരും പിടിച്ചോ. അൽഹംദുലില്ലാ. അല്ലാഹു തആല നമുക്ക് ധാരാളം
അറിവുകൾ വർദ്ധിപ്പിച്ചു തരട്ടെ. എല്ലാവരും ആമീൻ പറയൂ. ആമീൻ, ആമീൻ, ആമീൻ. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ. റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖ്ലൻ വഹിഫ്ളൻ വഅദബൻ വഈമാനൻ കാമില. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ. ആമീൻ, ആമീൻ, ആമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. എല്ലാവരും മുഖം ഇങ്ങനെ ഒന്ന് തടവോ? എല്ലാവരും തടവിയോ? ഒന്നുകൂടി ഇങ്ങനെ കയ്യിൽ നിന്ന് പിടിക്കോ? നമുക്ക് സ്വലാത്ത് ചൊല്ലാം. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? അപ്പൊ ഉറക്കെ സ്വലാത്ത് ചൊല്ലണം. റെഡി? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. എല്ലാവരും ഇങ്ങനെ മുഖത്തൊന്ന് തടവണേ. അപ്പോ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായില്ലേ? അപ്പൊ എല്ലാവരും വോയിസിൽ പറയണം, എഴുതി അയക്കണം, പഠിക്കുകയും വേണം. ഓക്കെ, അപ്പൊ ഉസ്താദ് പോട്ടെ, ടാറ്റ. എല്ലാവരോടും അസ്സലാമു അലൈക്കും. എല്ലാവരും സലാം അടക്കോ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.